റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാവിലകളിലും വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാവൽ തേടേണ്ടുന്ന, രക്ഷ തേടേണ്ടുന്ന അങ്ങേയറ്റം മോശമായ ദുസ്വഭാവമാണ് മടിയനായിരിക്കുക എന്നുള്ളത്. റബ്ബി ഇന്നി അഊദു ബിക മിനൽ കസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദുആ ആണ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഞാൻ അലസതയിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ അഭയം തേടാൻ മാത്രം ഗൗരവമുള്ള, മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ദുസ്വഭാവമാണ് അലസതയും മടിയുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതിനെ മറികടക്കാൻ എന്തു വേണം? പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇഅ്മലൂ വലാ തത്തകിലൂ. പ്രവർത്തിക്കൂ, ആരെയും അവലംബിച്ച് ആശ്രയിച്ച് അങ്ങനെ നിൽക്കാതെ, എല്ലാം റഹ്മാനായ റബ്ബങ്ങ് നൽകിക്കൊള്ളും എന്ന് കരുതാതെ പ്രവർത്തിക്കൂ. പ്രവർത്തനത്തിലാണ്, അധ്വാനിക്കുന്നതിലാണ്, അവരുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നത്. സ്വർഗലോകം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സ്വർഗം. പ്രവർത്തിക്കുന്നവർക്കുള്ള ലോകമാണ് സ്വർഗം. മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയുന്നിടത്ത് വലാസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം. മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ സമയം തന്നെയാണ് സത്യം. അതിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, മനുഷ്യർ നഷ്ടത്തിലായിരിക്കുന്നു. എന്നാൽ തൻ്റെ സമയത്തെ ആയുസ്സിനെ വിശ്വസിക്കുവാൻ വേണ്ടി അത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ്. അമലുസ് സാലിഹാത്ത് അത് ശരീരം കൊണ്ടുള്ള പ്രവർത്തനമാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടുമുള്ള ഉപദേശം അത് നാവ് കൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒന്നും പ്രവർത്തിക്കാതിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ മനുഷ്യൻ നഷ്ടത്തിലായി പോകും. ഹൃദയം കൊണ്ട് പ്രവർത്തിക്കണം. അത് സത്യവിശ്വാസവും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു ഹൃദയം കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ്. അതേപോലെ തന്നെ ഇബാദാത്തുകൾ, ദുനിയാവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ മഈശത്തുമായി ബന്ധപ്പെട്ട ജോലി, അങ്ങനെ തുടങ്ങി ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായിക്കൊണ്ട് മനുഷ്യൻ പ്രവർത്തന നിരതനായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്.